ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ടോപ്പ് 20 സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഇതാ. Here we go. Hello, once again welcome back to Plus Lane. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഹിസ്റ്ററിയുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലും കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. 7th ചാപ്റ്റർ ആൻഡ് ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ്സ് ഇൻ ദ റോയൽ സെന്റർ ഓഫ് ദ വിജയനഗര എംപയർ. വിജയനഗര സാമ്രാജ്യത്തിലെ ബിൽഡിംഗ്സിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അവിടുത്തെ മഹാനവമി ദീപ, അതുപോലെ തന്നെ ഗോപുരം സാൻ മണ്ഡവാസ്, ലോട്ടസ് മഹൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. പല പ്രാവശ്യവും ചോദിച്ചുള്ള ചോദ്യമാണ്. 5 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അമരനായികാസ് ആൻഡ് ദെയർ ഡ്യൂട്ടീസ്. അപ്പോൾ എന്താണ് അമരനായിക എന്നും അമരനായികയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് 8th ചാപ്റ്റർ പെസൻസ്, സെമിന്ദാർസ് ആൻഡ് ദി സ്റ്റേറ്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ വില്ലേജ് പഞ്ചായത്ത് ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ വില്ലേജ് പഞ്ചായത്തിന്റെ ഘടന എങ്ങനെയായിരുന്നെന്നും അതിന്റെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമായിരുന്നെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് 9th ചാപ്റ്റർ കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോണിക്കിൾസ് കമ്മീഷൻഡ് ബൈ ദ മുഗൾ എംപയേഴ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ സ്റ്റഡിങ് ദ എംപയർ ആൻഡ് ഇറ്റ്സ് കോർട്ട്. ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ക്രോണിക്കിൾസ്, അക്ബർ നാമ, ബാദ്ഷാ നാമ. അതായത് മുഗൾ ചക്രവർത്തിമാർ നിയോഗിച്ചിരുന്ന വൃത്താന്തങ്ങൾ അവരുടെ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിക്കുന്നുള്ള ഒരു പ്രധാന ഉറവിടമായിരുന്നു കോടതി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനമാക്കി അവിടുത്തെ ക്രോണിക്കിൾസിന്റെ പ്രൊഡക്ഷന്റെ സ്റ്റേജസ് എങ്ങനെയൊക്കെയാണ്, അക്ബർ നാമ എന്താണ്, ബാദ്ഷാ നാമ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തെഴുതാനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ക്യാപിറ്റൽ സിറ്റീസ് ആൻഡ് ദ കോർട്സ് ഓഫ് മുഗൾ പീരീഡ്. അതായത് മുഗൾ കാലഘട്ടത്തിലെ അവരുടെ ക്യാപിറ്റൽ സിറ്റീസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അവരുടെ കോടതികൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് 10th ചാപ്റ്റർ കൊളോണിയലിസം ആൻഡ് ദി കൺട്രി സൈഡ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഹു വെയർ ജോട്ടേദാർ, ഹൗ ഡിഡ് ദേ ബിക്കം മോർ പവർഫുൾ ഇൻ ദ റൂറൽ ഏരിയാസ് ഓഫ് ബംഗാൾ. ആരാണ് ജോട്ടേദാർമാരെന്നും എങ്ങനെയാണ് അവർ ബംഗാളിൻ്റെ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ശക്തരായതെന്നും പഠിക്കുക. നെക്സ്റ്റ് 11th ചാപ്റ്റർ റെബൽസ് ആൻഡ് ദ രാജ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിവോൾട്ട് ഓഫ് 1857 വാസ് പർട്ടിക്കുലർലി വൈഡ് സ്പ്രെഡ് ഇൻ അവധ്. അനലൈസ് ദ റീസൺസ്. അതായത് 1857 കലാപം അവധിൽ വ്യാപകമായിരുന്നു. ഇതിൻ്റെ കാരണങ്ങൾ വിശകലനം ചെയ്തെഴുതുക. 8 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. അപ്പം നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 കലാപം എന്താണ്, നമുക്കൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെ ഇത് നമുക്കിതിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഹൗ ദീസ് റെപ്രസെൻറ്റേഷൻസ് വെയർ അനലൈസ്ഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ വിലയിരുത്തിയതെന്നും പഠിച്ചു വച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ഫോളോയിങ് പ്ലേസസ് ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യ പ്രൊവൈഡഡ്. അതായത് ചുവടെ നൽകിയിരിക്കുന്ന ഏൻഷ്യൻ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ ചുവടെ നൽകിയിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഡൽഹി, മീററ്റ്, കാൺപൂർ, ഝാൻസി, ലക്നൗ, അതുപോലെ തന്നെ അവധ് തുടങ്ങിയ സ്ഥലങ്ങളാണ്. അത് നിങ്ങൾ ഔട്ട്ലൈൻ മാപ്പിൽ മാർക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 12th ചാപ്റ്റർ മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് എന്തെല്ലാമായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ ഉൾപ്പെടുത്തണം, മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ ആദ്യകാലത്തുണ്ടായിരുന്ന സമരങ്ങളെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കണം. നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയെല്ലാം ഉൾപ്പെടുത്തി വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ജാലിയൻവാല ബാഗ് മസക്കേർ. അതായത് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചാപ്റ്റർ ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ്. ചൂടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ അടിസ്ഥാനമാക്കി ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, അതുപോലെ സിറ്റാഡൽ എങ്ങനെയാണ്, അതുപോലെ മൊഹൻജദാരോ ഒരു പ്ലാൻഡ് അർബൻ സെൻറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ്, അവിടുത്തെ സീൽസ് ആൻഡ് സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻഡസ് വാലി പീപ്പിൾ വെയർ എക്സലന്റ് ഇൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ടു സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആൻ എസ്സേ. അതായത് ഇൻഡസ് വാലിയിലെ ജനങ്ങൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനിൽ എക്സലൻ്റ് ആണ്, മികച്ച നിലവാരത്തിലാണ് അവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്തെല്ലാമാണെന്ന് ഉൾപ്പെടുത്തിയിരിക്കണം, അവിടുത്തെ പ്രൊക്യൂർഡ് മെറ്റീരിയൽസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ്റെ സെൻറ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ച് വേണം എഴുതേണ്ടത്. ഇതും 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആണ് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ചൂട് നൽകിയിരിക്കുന്നത് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അശോകാസ് ദമ്മ. അശോകാസ് ദമ്മ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ എവിഡൻസിന്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചെഴുതേണ്ടതാണ്. ഇതും 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അവരുടെ പ്രധാനപ്പെട്ട 5 പൊളിറ്റിക്കൽ സെന്റേഴ്സ് എന്തെല്ലാമാണ്, അവരുടെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അശോകാസ് ദമ്മ പോളിസി, അശോകയുടെ ദമ്മ പോളിസി നയം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. തേർഡ് ചാപ്റ്റർ, കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ എലമെന്റ്സ് ടു ബി കൺസിഡർഡ് ബൈ ഹിസ്റ്റോറിയൻസ് വൈൽ ഹാൻഡിലിംഗ് ടെക്സ്റ്റ് ലൈക്ക് മഹാഭാരത പോലുള്ള ടെക്സ്റ്റ് ചരിത്രകാരന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം എലമെന്റ്സ് ആണ്, എന്തെല്ലാം ഘടകങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടതെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ 4 വർണ്ണാസ് മെൻഷൻഡ് ഇൻ ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ്. എക്സ്പ്ലെയിൻ ദിയർ ഐഡിയൽ ഒക്യുപ്പേഷൻസ്. അതായത് ധർമ്മസൂത്രയിലും ധർമ്മശാസ്ത്രത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 വർണ്ണങ്ങൾ എന്തെല്ലാമാണെന്നും അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ, തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധാസ് ഫസ്റ്റ് സ്പീച്ച് ഒക്കേർഡ് ഇൻ സാരാനാഥ് നിയർ വാരണാസി. ഹി ടോക്ഡ് അബൌട്ട് ദ എസെൻഷ്യൽസ് ഓഫ് ലൈഫ്. According to him, sorrow is one of the fundamental truth of life. Describe his analysis of sorrow and remedies of the same. അതായത് ബുദ്ധന്റെ ആദ്യ സ്പീച്ച് നടക്കുന്നത് വാരണാസിക്ക് അടുത്തുള്ള സാരനാഥിലാണ്. അദ്ദേഹം സംസാരിച്ചത് ജീവിതത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ദുഃഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന സത്യമായി തന്നെ മാറുകയാണ്. ദുഃഖത്തെ പറ്റി അല്ലെങ്കിൽ സോറോയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, describe the efforts made by ഷാജഹാൻ ബീഗം ആൻഡ് സുൽത്താൻ ജഹാൻ ബീഗം ടു പ്രിസർവ് സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഷാജഹാൻ ബീഗവും അതുപോലെ സുൽത്താൻ ജഹാൻ ബീഗവും നടത്തിയ ശ്രമങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആൻഡ് സെൻട്രൽ ടീച്ചിങ്സ് ഓഫ് ജൈനിസവും. ജൈനിസവും ബുദ്ധവും നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഫിഫ്ത്ത് ചാപ്റ്റർ, ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഡിസ്ക്രൈബ് ദ ട്രാവൽ എക്സ്പീരിയൻസ് ഓഫ് ഇബൻ ബത്തൂത്ത ഓൺ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലൂടെയുള്ള ഇബൻ ബത്തൂത്തയുടെ യാത്രാ അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. സിക്സ്ത് ചാപ്റ്റർ, ഭക്തി, സൂഫി ട്രഡീഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എയർലി ഭക്തി ട്രഡീഷൻസ് ഓഫ് സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭക്തി ട്രഡീഷൻസ് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് കഴിഞ്ഞ വർഷവും ചോദിച്ചൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക. കർണാടകയിലെ വീരശൈവയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ഹിസ്റ്ററിയുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനും അതുപോലെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.